എന്താണ് ഒരു ടെർബോ ചാർജർ എഞ്ചിൻ അല്ലെങ്കിൽ എന്താണ് ഒരു ടെർബോ ചാർജർ? ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യണമെന്ന്. അതിൽ ഞാൻ എയർ ഫ്യൂൽ മിക്സ്ചറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടിയുടെ പവർ ഫിഗേഴ്സ് മാറ്റണമെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചറിൽ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇവിടെയാണ് ടെർബോ ചാർജർ വരുന്നത്. ടെർബോ ചാർജർ ചെറിയൊരു എയർ കംപ്രസറായിട്ട് കണ്ടാൽ മതി. ഈ എയർ കംപ്രസർ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? എഞ്ചിൻ്റെ എക്സോസ്റ്റ് ഫ്യൂംസ് യൂസ് ചെയ്തിട്ടാണ് ഈ എയർ കംപ്രസർ വർക്ക് ചെയ്യുക. അതായത് എക്സോസ്റ്റ് ഫ്യൂംസ് ഈ ടെർബോ ചാർജറിൽ ചെല്ലണു, അതിൽ ഇമ്പലേഴ്സ് കറങ്ങണു, മോർ എയർ ടെർബോ ചാർജർ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. മോർ എയർ എന്ന് പറഞ്ഞാൽ മോർ ഓക്സിജൻ. മോർ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഗുഡ് എക്സ്പ്ലോഷൻ മീൻസ് മോർ പവർ. ഓക്കെ, ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ എയർ വരുന്ന സമയത്ത് മോർ ഫ്യൂവലും കൂടെ വരണം. അല്ലെങ്കിൽ മോർ എയർ പ്ലസ് ലെസ് ഫ്യൂവൽ ആണെങ്കിൽ എഞ്ചിൻ ലീനായിട്ട് കത്താനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോഴാണ് നോക്കിങ് പോലത്തെ സംഭവങ്ങൾ വരിക. അപ്പോൾ മോർ ഫ്യൂവൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ECU റീമാപ്പ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് സിങ്ക് ആയിട്ട് പോവുള്ളൂ. ഓക്കെ, ഇതിൽ വേറൊരു ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർബോ ലാഗാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കണ്ട പോലെ അതിലുള്ള കെയറാണ് ടെർബോ ലാഗ്. അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് എക്സോസ്റ്റ് ഫ്യൂംസ് ടെർബോ ചാർജറിൽ എത്ര വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ഒരു പവർ ലാഗ് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതിനാണ് ടെർബോ ലാഗ് എന്ന് പറയും. ഇതേ ഒരു സെറ്റപ്പിൽ തന്നെ വർക്ക് ചെയ്യണ വേറൊരു സാധനമാണ് സൂപ്പർ ചാർജർ. അത് ഞാൻ വേറൊരു സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ.